എൻ്റെ എക്സാം സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ട് എന്നുള്ള എനിക്ക് ഇന്നലെയാ മനസ്സിലായത്. അതുകൊണ്ട് നമുക്ക് ഇന്ന് അതിൻ്റെ ബാക്കി കേൾക്കാം. അങ്ങനെ ഈ സംഭവം മിസ് ക്ലാസ് മൊത്തം പാട്ടാക്കുകയും ചെയ്ത് പിന്നെ എക്സാം ഹാളിലേക്ക് വന്നൊരു സാറിനോട് മിസ് ഇത് പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ബാക്കി എഴുതാൻ വേണ്ടിയിരുന്ന് ആലോചിച്ച് നിൽക്കുക ഞാൻ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ബെഞ്ചിൽ എൻ്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് എന്ന്. അങ്ങനെ ഇവള് നല്ലപോലെ എഴുതാൻ തുടങ്ങി. ഇവളേൽ നോക്കിയിട്ട് ഞങ്ങളെ സെന്ററിൽ ഇരിക്കുന്ന കുട്ടി എഴുതുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു മനസ്സിൽ ലഡ്ഡു പൊട്ടി എല്ലാം ഇവളേൽ നോക്കി എഴുതാന്ന്. ഇവളങ്ങനെ ഒരുപാട് എഴുതിയിട്ട് ഒരു പേജ് കഴിഞ്ഞ് വീണ്ടും വേറെ പേജിലൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇക്കുട്ടി എനിക്ക് കാണിച്ചു തരും. അപ്പം ഞാൻ ഇതിങ്ങനെ ആ മിസ് കാണാതെ മെല്ലെ മെല്ലെ കുറച്ചായിട്ട് എഴുതിയെടുത്ത്. മിസ്സിനെ ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ, കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ എഴുതുന്നത്. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു പേജ് കംപ്ലീറ്റ് എഴുതിയെടുത്തേ. നോക്കി എഴുതാനാണ് ഇത്ര കഷ്ടപ്പാട്. എക്സാമിന്റെ ലാസ്റ്റ് ടൈമിലേക്കാണ് ഇത് എഴുതുന്നത്. അതായത് ഇനി ഒരു 10 മിനിറ്റ് കൂടിയൊക്കെ എക്സാം കഴിയാനുള്ളൂ. അങ്ങനെ ഞാൻ തിരക്കിട്ട് ആ സമയത്തുണ്ട് മിസ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. ഈ മിസ് വന്നിട്ട് എൻ്റെ പേപ്പർ വാങ്ങിയിട്ട് ഞാൻ അത്രയും നേരം കഷ്ടപ്പെട്ട് എഴുതിയ പേപ്പർ മൊത്തം വെട്ടിക്കളഞ്ഞു. എന്നെ ഒരു കണക്കിന് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു ഒന്നാം മിസ്സിന്. ഇനിയും വീണ്ടും ആദ്യം തൊട്ട് അത്ര എഴുതിയെടുക്കാനുള്ള സമയവും ധൈര്യമൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പേപ്പറും കൊടുത്ത് ഇറങ്ങിപ്പോന്നു. അന്ന് ആ സബ്ജക്റ്റിന് കിട്ടിയ മാർക്കൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല കേട്ടോ.